എന്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഉച്ച കണ്ടു തന്നെയാണ് വളർന്നേക്കുന്നത്. എന്താന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഹൈറ്റിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളിന് നമുക്ക് ദീപിക പദക്കൊണ്ടൊക്കെ എടുക്കാമെങ്കിലും ലുക്ക് വൈസ് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. സ്കൂൾ ടൈമിൽ എന്റെ ഗ്യാങ്ങിനകത്ത് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ ഹൈറ്റ് ആയിരുന്നേ. എനിക്കപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അസംബ്ലിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മുട്ട് വളച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്ത്. പക്ഷേ ടീച്ചേഴ്സ് വന്ന് നേരെ നിൽക്ക്, മുട്ടൊന്നും വളയ്ക്കാതെ നേരെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈറ്റ് വൈസ് നോക്കിയിട്ട് ഏറ്റവും ബാക്കിൽ കൊണ്ട് നിർത്തുമായിരുന്നു. 7 ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും ഹൈറ്റിന്റെ പ്രശ്നം വരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ബാക്കിലോട്ടായിരുന്നു. സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നിരിക്കട്ടെ, അപ്പൊ നമ്മള് ഗ്യാങ് ആയിട്ട് എല്ലാവരും കൂടെ പോയിട്ട് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും. എന്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും വേറെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഞാനാണെങ്കിൽ ഇതുപോലെ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി എന്നോട് ഇങ്ങനെ ഇച്ചിരി നീങ്ങാമോ, എനിക്ക് കാണുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഒരാൾ അയ്യോ ഇങ്ങനെ ഇരുന്ന് എനിക്ക് കാണില്ലല്ലോ, ഇങ്ങനെ ഇരിക്കാമോ, അങ്ങനെ ഇങ്ങനെ 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 ഇരുന്ന് കുനിഞ്ഞിരുന്നാൽ പോലും പിന്നെ അവർക്ക് കാണാൻ വയ്യാത്തൊരവസ്ഥയാവും. ഇതിനേക്കാളും ഭേദം ഞാൻ അവിടുന്ന് എണീറ്റ് പോയി ഒന്നുകില്ലെങ്കിൽ സൈഡിൽ നിന്ന് കാണുക, അല്ലെങ്കിൽ മിസ്സുമാരുടെ കൂടെ ബാക്കിൽ എങ്ങനെ പോയി നിന്ന് കാണുന്നതായിരിക്കും നല്ലത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നേ. അമ്മയുടെ അത്രയും ഹൈറ്റ് ആയി, കുറച്ചും കൂടെ കഴിഞ്ഞാൽ അമ്മയെക്കാളും ഹൈറ്റ് ആവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ കത്തിച്ച് വിട്ട പോലെ ഒരു ഹൈറ്റ് വെപ്പ് ആയിരുന്നു ഒരു സമയത്ത്. അങ്ങനെ ഹൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയൊക്കെ ഈ മാവേലും പ്ലാവേലും ഒക്കെ നോക്കുന്ന പോലെ ഇപ്പോഴും എന്നോട് ഇങ്ങനെ നോക്കിയാ സംസാരിക്കുന്നത്. എന്തെങ്കിലും എന്നോട് ഫേസ് ടു ഫേസ് സംസാരിക്കാനുണ്ടെങ്കിൽ അവർ തെങ്ങെ നോക്കുന്ന പോലെ മേളോട്ട് നോക്കി തന്നെ സംസാരിക്കാൻ ഓപ്ഷനുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. പിന്നെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഹൈറ്റിനോട് കൗതുകമുള്ളവർ പറയും എടി നിന്റെ അത്രയും ഹൈറ്റ് വേണമായിരുന്നു, നിന്റെ അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്ത് അടിപൊളി, ഈ പറയുന്നവർക്ക് എന്ത് വേണേലും പറയാമല്ലോ, നമ്മളല്ലേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. പണ്ട് തൊട്ടേ എനിക്ക് ഹീൽ ചെരുപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതെന്റെ ഒരു സ്വപ്നമാണ്. പക്ഷെ ഇതുവരെ ഹീൽ ചെരുപ്പിടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും വാസ്തവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ നിന്ന് പറയും ഹൈറ്റ് ഇല്ലാത്ത കുട്ടികൾ ഇടുന്ന ഹീൽ ചെരുപ്പ് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് അതിന്റെ ആവശ്യം എന്തോ, ആവശ്യത്തിലധികം ഹൈറ്റ് ഇല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരട്ടപ്പേരിനൊന്നും ഒരു പഞ്ഞവും കാണത്തില്ല. പത്തക്കോല്, ഏണി, കൊക്കുമുണ്ടി, മുരിങ്ങേക്കോല്, ഇങ്ങനെ പാരമ്പര്യമായി കൈമാറി വന്ന കുറച്ച് ഇരട്ടപ്പേരും കൂടെ നമുക്ക് കിട്ടും. അതോടുകൂടി ശുഭം. അപ്പൊ ഞാൻ കോളേജിലൊക്കെ ആയ സമയത്ത് നമ്മളിങ്ങനെ ഗ്യാങ് വൈസ് ഒക്കെ പറയുമ്പോഴത്തേനും നിങ്ങളുടെ ഗ്യാങ്ങിനകത്ത് ഏറ്റവും പൊക്കമുള്ള പെങ്കൊച്ച്, ആ മെലിഞ്ഞിട്ട് പൊക്കമുള്ള പെങ്കൊച്ച്, അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ വീട്ടിൽ ഏറ്റവും പൊക്കത്തിരിക്കുന്ന സാധനം എടുക്കാൻ സജി ഇങ്ങോട്ട് വന്ന് അതൊന്നും എടുത്തേ, അമ്മയ്ക്ക് എത്തത്തില്ല, അമ്മ ഏടി വെച്ച് കയറുന്നതിനേക്കാളും ഭേദം എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതല്ല. അങ്ങനെ നമ്മള് വീട്ടിലും ഇത് തന്നെ അവസ്ഥ. നമ്മൾ ജോലി കിട്ടിയപ്പോഴത്തേനോ എനിക്കും എന്റെ ഫ്രണ്ടിനും കൂടെ ഒരുമിച്ചാണ് ജോലി കിട്ടിയത്. എന്നെക്കാളും കുറച്ച് ഹൈറ്റ് കുറവാണ് അവൾക്ക്. അപ്പൊ ഞങ്ങൾ ജോലി കിട്ടി ഒരുമിച്ച് പോകാനും വരാനും ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അങ്ങ് കോൺഷ്യസ് ആയിട്ടില്ല ആ ഒരു ടൈമിൽ. പക്ഷെങ്കിൽ ബാക്കിയുള്ളവർ ഞങ്ങളെ എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ബാറ്റും ബോളും അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ പേര് കൊണ്ട് ഞാൻ അറിയപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഹൈറ്റുള്ള പെൺകുട്ടി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്.